Remember, emotional regulation does not happen in isolation. It happens only through co-regulation, consistent, continuous situations, context of co-regulation. It happens between a child and an adult, or it happens between two adults. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ഒരുപാട് അവർ ഇമോഷണലി മെച്ചർ ആകുന്ന അത്രയും കാലം അഡൾട്ട്സ് അവരുടെ കൂടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് അഡൾട്ട്സിന് ആദ്യമായിട്ട് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടായിരിക്കണം. അല്ലെ, അഡൾട്ട്സിന് എങ്ങനെയാണ് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക? ത്രൂ ദെയർ റിലേഷൻഷിപ്സ്. നമ്മുടെ റിലേഷൻഷിപ്സിലൊക്കെ നമുക്ക് ഓരോ ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോൾ, വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ട്രിഗേഴ്സ് ദം ആൻഡ് വി ഹെൽപ്പ് ദം റെഗുലേറ്റ്. നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്തും കണക്ട് ചെയ്തും മാത്രമാണ് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മറ്റൊരാളുടെ കൂടെ സ്നേഹത്തിലും മറ്റൊരാളുടെ കൂടെ കണക്ഷനിലും റെഗുലേറ്റ് ചെയ്താണ് അവസാനം നമ്മൾ നമ്മുടെ തന്നെ ഇമോഷൻസിനെ സ്വയം റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. സോ പേരൻറ്റിങ്ങിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എപ്പോഴും ഓർക്കുക, ഇമോഷണൽ റെഗുലേഷൻ ഇസ് എ ലേൺഡ് സ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ലേൺ ത്രൂ കോ റെഗുലേഷൻ.